എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്. മാമ്പഴം നമ്മൾ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മാമ്പഴം തന്നെയാണ്. നല്ല നാട്ടുമാങ്ങയുടെ പഴമാണിത്. നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് കൊണ്ടുവരാം. നമ്മൾ മാമ്പഴമൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരിച്ചെടുക്കാം. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ മാമ്പഴം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. കൽക്കണ്ടം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ജാമാണ്. നമ്മുടെ മാമ്പഴത്തിൻ്റെ ജാമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇളക്കി കൊടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴമാണിത്. നമുക്ക് കൽക്കണ്ടം പൊടിച്ചത് എടുത്തു വച്ചിട്ടുണ്ട്. അതിൻ്റെ പൊടി ചേർത്തിട്ട് കൽക്കണ്ടത്തിൻ്റെ പൊടി പോരാങ്കിൽ മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സ്റ്റൗവിലോ അടുപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. ചൂട് കൂടിയ നമ്മുടെ ജാമിൻ്റെ കളറ് മാറിപ്പോവും. ഞാനിത് കറണ്ട് അടുപ്പിലാണ് തയ്യാറാക്കുന്നത്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കൽക്കണ്ടം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ജാമിന് എപ്പോഴും നല്ല മധുരം വേണമല്ലോ. നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. ചെറിയ നാരങ്ങയുടെ നീരാണത്. നമ്മളെ ജാമ് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. ഈ കൂടുതൽ അങ്ങോട്ട് വറ്റിച്ച് കളയണ്ട. നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് നിർത്താം. നമുക്കൊന്ന് ചൂടാറിയിട്ട് കാണാം. നമ്മുടെ ജാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. കണ്ടോ, ഇതാകുമ്പോൾ പെട്ടെന്ന് കട്ടിയായി പോവില്ല. നമുക്ക് ബ്രെഡിലൊക്കെ പുരട്ടാനൊക്കെ നല്ലതാണ്. ബ്രെഡിൽ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ജാമാണിത്. നമ്മളൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നിറച്ച് കൊടുക്കാം. ഇത് കഴുകി ഉണക്കിയെടുത്തതാണ്. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. വെള്ളമൊന്നും പാടില്ല. നമുക്കിനി കുപ്പിയിൽ നിറച്ച് കൊടുക്കാം. സൈഡിലൊക്കെ വീണാലും കുഴപ്പമില്ല, തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജാം 2 കുപ്പിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് നമ്മൾ തയ്യാറാക്കി വെക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാനും ചപ്പാത്തിയുടെ കൂടെ കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ കടകളിൽ നിന്ന് ഈ കെമിക്കലൊക്കെ ചേർത്ത് വരുന്ന സാധനങ്ങളൊന്നും മേടിച്ച് പിള്ളേർക്ക് കൊടുക്കാണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുക. ഇത് ഏകദേശം ഒരു 1.25 കിലോ ഉണ്ട് കേട്ടോ. 3/4 കിലോയുടേതും ഒരു 1/2 കിലോയുടേതും ആണിത് നിറച്ചേക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ കടകളിൽ നിന്നൊക്കെ പോയി മേടിക്കുന്നതിനെക്കാട്ടി നല്ലതല്ല നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ മാമ്പഴ സീസണാണ്. മാമ്പഴം കഴിയാറായി. എന്നാലും നമുക്കിപ്പം ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ജാമ്. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മുടെ ജാമ്. അപ്പോൾ ഇങ്ങനത്തെ ജാം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.